ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറില്ലല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ 5ാം ക്ലാസ് പൊതുപരീക്ഷയിലേക്ക് ആവശ്യമായ ഒരു മുന്നൊരുക്കമാണ് നാം ഇവിടെ നടത്തുന്നത്. അഥവാ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമി ജുസ് സാനി. അതിൻ്റെ ഓരോ പാഠങ്ങളും അതിൽ നിന്നും ഉണ്ടായേക്കാവുന്ന 99% ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് നാം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും പരീക്ഷ എഴുതുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഫിഖ്ഹുൽ ഇസ്ലാമിയിലെ 1ാമത്തെ പാഠമാണ് ഹാദിമുൽ ലദ്ദാത്ത് എന്നുള്ളത്. ഇതിൽ ആദ്യമായി 1ാമത്തെ ചോദ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിശ്ചയം ഈ കാര്യങ്ങളെല്ലാം ഉള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഏതാണ് ആ കാര്യങ്ങൾ? ആ കാര്യങ്ങൾ 1. നോമ്പനുഷ്ഠിക്കുക, മയ്യത്തിനെ അനുഗമിക്കുക, പാവപ്പെട്ടവന് ഭക്ഷണം നൽകുക, രോഗിയെ സന്ദർശിക്കുക. ഇവയാണ്. 2. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 4 കാര്യങ്ങളും ചോദിച്ചപ്പോൾ ആരാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു സ്വഹാബിയാണല്ലോ. അതിനുത്തരം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാത്തിനും ഉത്തരം നൽകിയത്, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് മഹാനായ 1ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മരണത്തെ കൊതിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എന്താണ് ദുആ ചെയ്യേണ്ടത്? മരണത്തെ കൊതിക്കാൻ പാടില്ല. ഇനി അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ എന്താണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ വതവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ. അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, ജീവിതം ഖൈറാകുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ, മരണം ഖൈർ ആകുമ്പോൾ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ്. ഈ ദുആ പഠിക്കണം, അതിൻ്റെ അർത്ഥവും പഠിച്ചിരിക്കണം. അടുത്തത്, മരണം അടുത്താൽ എന്തെല്ലാം ചെയ്യണം? ഉത്തരം, ഖിബിലയിലേക്ക് തിരിച്ചു കിടത്തുക, യാസീൻ ഓതുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. അടുത്തത് 5ാമത്തത്, മരണവാർത്ത അറിഞ്ഞാൽ എന്ത് ചൊല്ലണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ച ഉടനെ എന്തെല്ലാം ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായി ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലിക്കൊണ്ട് മയ്യത്തിൻ്റെ കണ്ണുകൾ അടച്ചു കൊടുക്കണം. പിന്നെ ഒരു ശീല കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തിലൂടെ മൂർധാവിലേക്ക് കെട്ടി വെക്കണം. അതുപോലെ ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യത്തിനെ പുതപ്പിച്ചു കൊടുക്കണം. അവയവങ്ങളെല്ലാം മടക്കി നിവർത്തി മയപ്പെടുത്തണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മരണത്തെ ഓർക്കുന്നതിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? അത് പാഠത്തിൻ്റെ അവസാന ഭാഗത്ത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തി അൽ മൗത്ത്, എല്ലാ അനുഭൂതികളെയും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കൂ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. ഏകദേശം ഇത്രയും ചോദ്യങ്ങളാണ് 1ാം പാഠത്തിൽ നിന്നുണ്ടാവാൻ സാധ്യതയുള്ളത്. ഈ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ ലിങ്കുകളെല്ലാം സുന്നി വിദ്യാഭ്യാസ ബോർഡ്
5ാം ക്ലാസ് പൊതുപരീക്ഷ വിദ്യാർത്ഥികളിലേക്കും ആവശ്യമുള്ള മദ്രസ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്.